പിന്നീട് അവരൊരു കാത്തിരിപ്പായിരുന്നു. അന്നേ ദിവസം നിദ്രയുമായ ഹോട്ടൽ സുലോചന ആദ്യം പൂട്ടിയിട്ട ആളെ കൂടി രുദ്രൻ വിളിച്ചു വരുത്തിയിരുന്നു. സിനിമയിൽ ഒരു വേഷമുണ്ട്, ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പോൾ അയാൾ ചാടിക്കേറി സമ്മതിക്കുകയായിരുന്നു. ഒരു അബ്കാരിയായ രാഷ്ട്രീയക്കാരനായിരുന്നു ഫിലിപ്പോസ്. എന്നതാ സാറേ വേഷം? നല്ല വേഷം വല്ലതുമാണോ? വന്നപാടെ അയാൾ അനനോട് ചോദിച്ചു. പിന്നല്ലേ ഫിലിപ്പോസ് ചേട്ടാ, സിനിമയിൽ മുഴുനീള കാസ്റ്റാണ് ചേട്ടൻ്റെ. നമുക്കെന്നാ ആദ്യത്തെ സീൻ എടുത്താലോ? പിന്നെന്താ, എടുക്കാലോ. അതിനല്ലേ ഈ ഫിലിപ്പോസ് അച്ചായൻ വന്നേക്കുന്നത്. അയാളൊന്ന് കൊമ്പൻ മീശ പിടിച്ചിട്ട് വിട്ടു. ചേട്ടൻ്റെ കൂടെ അഭിനയിക്കാനുള്ള കൊച്ച് വന്നിട്ടില്ല, എന്നിട്ടാവാം ഷൂട്ട് തുടങ്ങുന്നത്. എന്താ സീനൊന്ന് പറ സാറേ. ആദ്യം ഒരു റേപ്പ് സീനാണ് ആദ്യം ഷൂട്ട് ചെയ്യേണ്ടത്. ആദ്യം ചേട്ടൻ മുറിയിൽ അടച്ചിട്ടൊരു പെൺകുട്ടിയെ റേപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു. അന്നേരം രുദ്രൻ വന്ന് നിങ്ങളുടെ മുറിയുടെ വാതിൽ ചവിട്ടി തുറന്ന് അവളെ രക്ഷിക്കും. ആ സമയത്താണ് പോലീസ് വരുന്നത്. പിന്നെ നിങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും. ഒരു വില്ലൻ ടച്ചുള്ള വേഷമാണ്. ചേട്ടൻ ഓക്കെ അല്ലേ? അതിനെന്താ സാറേ, സിനിമയിൽ മുഖം കാണിക്കാമെന്ന് പറഞ്ഞ ചെറിയ കാര്യമാണോ? ഫിലിപ്പോസ് ആവേശത്തിലായി. എല്ലാം ഒരുവിധം കണക്കൂട്ടലുകൾ അനുസരിച്ച് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. പോലീസിൽ അറിയാവുന്ന 1-2 ഉദ്യോഗസ്ഥന്മാരെ നേരത്തെ കാര്യം ബോധിപ്പിച്ചിരുന്നു. എവിഡൻസോടെ പിടിച്ചുകൊടുത്ത ബാക്കി കാര്യം അവരേറ്റെന്ന് പോലീസ് പറഞ്ഞു. സുലോചന ഒരു നേരം ഇരുട്ടിയപ്പോൾ പെൺകൊച്ചുമായി വന്നു. കഷ്ടിച്ച് 18 വയസ്സ് തോന്നിക്കുന്ന ഒരു പെൺകൊച്ച്. ജനലുള്ള മുറിയിലിരുന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ അവളെ കണ്ടു രുദ്രൻ. അവളുടെ കണ്ണുകൾ പേടിച്ച പേടമാൻ മിഴികളെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കൊണ്ടിരുന്നു. അത് കാണുക ആദ്യമായി നിദ്രയെ കണ്ട ആ നിമിഷം രുദ്രനെ ഓർമ്മിച്ചു പോയി. ഭയക്കേണ്ട, അവിടെ ഇരുന്നോളൂ. രുദ്രൻ ചിരിയോടെ പറഞ്ഞത് കേട്ടിട്ടും അങ്ങനെ നിൽക്കുകയാണവൾ. എന്താ പേര്? മീനാക്ഷി. പതിഞ്ഞ സ്വരത്തിൽ അവൾ മറുപടി കൊടുത്തു. എന്തൊക്കെയോ കല്ലുകടികൾ അവൾക്ക് അവിടെ വന്നപ്പോൾ മുതൽ അനുഭവപ്പെടുകയായിരുന്നു. എങ്കിലും രുദ്രനെ നേരിട്ട് കണ്ടതോടെ അവൾക്കാകെ അത്ഭുതവും തോന്നി. രുദ്രന്റെ തീരുമാനമായിരുന്നു എല്ലാം അവളെ കൂടി അറിയിക്കണമെന്നത്. ഇതൊരു പോലീസ് കേസാകാൻ സാധ്യതയുള്ള സന്ദർഭമായതുകൊണ്ട് അവളുടെ അനുവാദം വാങ്ങേണ്ടത് അനിവാര്യമായിരുന്നു. നിദ്ര കടന്നുപോയ നിമിഷങ്ങളിലൂടെ മറ്റൊരു പെൺകുട്ടി കടന്നു പോകുമ്പോൾ അവൾ അനുഭവിച്ച അതേ മാനസികാവസ്ഥ ഇനിയൊരു കുട്ടി പോലും അനുഭവിക്കരുത് എന്ന് അവന് നിർബന്ധമുണ്ടായിരുന്നു. രുദ്രൻ തന്നെ അവളോടെല്ലാം വിശദീകരിച്ച് തന്നെ പറഞ്ഞു. ഇങ്ങനെ ഒരു ട്രാപ്പിന് വേണ്ടിയാണ് സുലോചന തന്നെ കൊണ്ടുവന്നതെന്നറിഞ്ഞതോടെ അവൾക്കും അവരോട് തീർത്താൽ തീരാത്ത പകയും വെറുപ്പുമായി. ഇനിയും ഒരുപാട് പെൺകുട്ടികൾ അവളെ പോലെ സുലോചനയുടെ പിടിയിൽപ്പെട്ടേക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നിയപ്പോൾ അവൾക്ക് അവരെയെല്ലാം രക്ഷിക്കാൻ മുന്നിട്ടിറങ്ങാൻ തന്നെ തോന്നി. ഒന്നുകൊണ്ടും പേടിക്കേണ്ട കേട്ടോ. ദാ നോക്കിക്കോ, ഇവിടെ ഒരു ഹിഡൻ ക്യാമറ വെച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഞങ്ങളെല്ലാവരും പുറത്ത് കാണുകയും ചെയ്യും. രുദ്രൻ അവളുടെ കവളിൽ മെല്ലെ തട്ടി പറഞ്ഞതോടെ അവസാനത്തെ ആശങ്കയും അവളിൽ നിന്നും വിട്ടകന്നു. അവരെ കൊടുക്കാൻ അവൾ സഹായിക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. അലൻ അവൾക്ക് സിനിമയിൽ നല്ലൊരു റോൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. പിന്നീടാണ് മേക്കപ്പ് ചെയ്ത് വരുത്തിയ ഫിലിപ്പോസിനെ വരുത്തിച്ചത്. ക്യാമറ ഹിഡൻ ആയിരിക്കും, വളരെ നാച്ചുറൽ ആയിരിക്കണം കേട്ടോ. കയറി ചെന്ന പാടെ അവളെ നോക്കി ചുണ്ടെന്ന് കടിച്ചു പിടിച്ച് ഷർട്ടൂരി എറിയണം. അവൾ അലറുമ്പോൾ അതിനെയും കൊണ്ട് കട്ടിലേക്ക് മറിയണം. അലനു ഡയറക്ടറെ പോലെ തന്നെ നിർദ്ദേശിച്ചു. ഫിലിപ്പോസിന്റെ മുഖത്ത് ഇതൊക്കെ എത്ര കണ്ടതായെന്നൊരു പുച്ഛഭാവം. ഫിലിപ്പോസ് കയറിയതിന് പിന്നാലെ പിറകിൽ നിന്നും വാതിലടഞ്ഞു. പേടിച്ചിരണ്ട മുഖവുമായി ഒരു സുന്ദരിയായ പെൺകുട്ടി നിൽക്കുന്നത് കണ്ടതോടെ അറിയാതെ അയാളുടെ സിരകളിൽ രക്തം തിളച്ചു. അഭിനയമാണെങ്കിലും മാക്സിമം മുതലെടുക്കണമെന്ന ഉദ്ദേശത്തോടെ തന്നെ അയാളൊന്ന് ചുണ്ട് കടിച്ചു പിടിച്ചുകൊണ്ട് ഷർട്ട് ഊരിയെറിഞ്ഞു. ആ പെൺകുട്ടി അലറി വിളിച്ചുകൊണ്ട് മുറിയിൽ നിന്നും വാതിൽക്കലേക്ക് കുതിക്കാൻ തുടങ്ങിയതും ഒറ്റക്കൈയിൽ അവളെ പിടിച്ച് കട്ടിലേക്ക് ഇട്ടുകൊണ്ട് ഫിലിപ്പോസ് ആ ദേഹത്തേക്ക് അമരാൻ തുടങ്ങി. മീനാക്ഷി കിടന്ന് കുതറി അയാളെ തള്ളി മാറ്റിയിട്ട് കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് ഓടാൻ തുടങ്ങുകയായിരുന്നു. അന്നേരമാണ് വാതിൽ ചവിട്ടി പൊളിച്ച് രുദ്രൻ കടന്നു വരുന്നത്. അവൻ ഒരൊറ്റ കുതിപ്പിന് അയാളെ പിടിച്ച് പൊക്കിയെടുത്ത് മുഖത്ത് കൈവലിച്ചു വീശിയ സർവ്വശക്തിയും എടുത്തടിച്ചു. മുഖം പറഞ്ഞു പോകുന്ന വേദനയിൽ ഇത് സ്ക്രിപ്റ്റിലില്ലായിരുന്നല്ലോ എന്ന ഭാവത്തിൽ രുദ്രനെ പകച്ചു നോക്കി. അവളെ അനാവശ്യമായി തൊടാൻ നിന്നോട് പറഞ്ഞോടാ നാറി എന്ന് ചോദിച്ചുകൊണ്ട് രുദ്രനൊരു അടി കൂടി പൊട്ടിച്ചതോടെ ഫിലിപ്പോസ് തറയിലേക്ക് വീണുപോയി. കഴുത്തിന് മുകളിലേക്ക് തലയുണ്ടോ എന്ന് പോലും ഫിലിപ്പോസ് തപ്പി നോക്കുന്നുണ്ടായിരുന്നു. കാരിരുമ്പ് പോലെയുള്ള രുദ്രന്റെ കൈകൊണ്ട് കിട്ടിയ പ്രഹരത്തിൽ അയാളുടെ തലയ്ക്കുള്ളിൽ നിന്ന് തീയും പുകയും വരുന്നത് പോലെ തോന്നിയിരുന്നു. മീനാക്ഷിയുടൻ കട്ടിൽ നിന്നും ചാടി വന്ന് രുദ്രന്റെ പിന്നിലേക്ക് നീങ്ങി. അവളെ ഒരു കൈകൊണ്ട് മുറിക്ക് പുറത്തേക്ക് ഇറക്കി നിർത്തിയവൻ മെല്ലെ കതക് ചാരി. രുദ്രൻ വീണ്ടും വരുന്നത് കാണുക ഫിലിപ്പോസ് പേടിയോടെ ചാടി എഴുന്നേറ്റു.
ഇത് സ്ക്രിപ്റ്റിലില്ലായിരുന്നല്ലോ. ആ ഡയറക്ടർ കൊച്ചൻ ഇതൊന്നും എന്നോട് പറഞ്ഞില്ല. ഫിലിപ്പോസ് ചീറിക്കൊണ്ട് രുദ്രനോട് പറയുന്നേരം ഇതും സിനിമയിലുള്ളതാണോ എന്ന് അയാൾക്ക് സംശയമുണ്ടായിരുന്നു. ഇതെൻ്റെ സ്ക്രിപ്റ്റിലുള്ളതാ ഫിലിപ്പോസ് മുതലാളി. അത് പറഞ്ഞ് മുഷ്ടി ചുരുട്ടി കൈ വലിച്ചു വെച്ച് മൂക്കിനിട്ട് ഒരിടി കൂടി കൊടുത്തു രുദ്രൻ. അയ്യോ, എന്നെ തല്ലിക്കൊല്ലുന്നേ. ഫിലിപ്പോസ് സൈഡിൽ ഇരു കൈകളും കൊണ്ട് മൂക്കുപൊത്തി തറയിലേക്ക് ഇരുന്നു പോയി. രുദ്രൻ അയാളുടെ മുടിയിൽ പിടിച്ചു പൊക്കി വലിച്ചപ്പോൾ അയാളിൽ നിന്നും അലർച്ച പോലൊരു ആർത്തനാദം കേട്ടു. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് അടിപൊടി പൂരമായിരുന്നു. കൈയും കാലും നുറുങ്ങുന്നത് പോലെ ഫിലിപ്പോസ് രുദ്രൻ്റെ ഓരോ അടിയും ചതഞ്ഞ ഇഞ്ചം പരുവമായി. എന്നിട്ടും ദേഷ്യം തീരാത്തത്ര പോലെ ഇടിച്ചുകൊണ്ടിരിക്കുന്ന രുദ്രനെ അലൻ വന്നാണ് തടഞ്ഞത്. കരയാൻ പോലും വയ്യാത്ത അവസ്ഥയിലേക്ക് നീങ്ങിയിരുന്നു അപ്പോഴേക്കും ഫിലിപ്പോസ്. മതിയടാ, ഇനി അയാൾ ചത്തുപോകും. കിതപ്പോടെ നിൽക്കുന്ന രുദ്രനെ പിടിച്ച് പിന്നിലേക്ക് വലിച്ചുകൊണ്ട് അലൻ പറഞ്ഞു. അവസാനമായി രുദ്രൻ അയാളെ കാലുകൊണ്ട് തൊഴിച്ചു മൂലയ്ക്കൊരു പഴന്തുണി കെട്ടുപോലെ ചവിട്ടിയെറിഞ്ഞു. നിനക്ക് ശരിക്കും ഇതൊന്നും പോരാ, തൽക്കാലം ഇത്ര മതി, ബാക്കി പോലീസ് വന്നിട്ട്. അയാൾക്ക് മുന്നിൽ ഒരു കാൽമുട്ടിൽ കുത്തിയിരുന്നു കൊണ്ട് രുദ്രൻ വിരൽ ചൂണ്ടി പറഞ്ഞു. ഫിലിപ്പോസ് താനെന്ത് തെറ്റാണ് ചെയ്തതെന്ന പോലെ ഒന്നും അറിയാതെ നോക്കുന്നുണ്ടായിരുന്നു. നിന്നെ ഞാൻ ശരിയാക്കുമെടാ. വയ്യെങ്കിലും ഫിലിപ്പോസ് മെല്ലെ തല ഉയർത്തിക്കൊണ്ട് അവൻ്റെ നേർക്ക് ആടി വിരൽ ചൂണ്ടി. അത് കണ്ട് ഇരച്ചു കയറിയ ദേഷ്യത്തോടെ രുദ്രൻ അയാളുടെ മുഖത്ത് ഒരിക്കൽ കൂടി ആഞ്ഞടിച്ചു. അതോടുകൂടി ഫിലിപ്പോസ് ബോധം നശിച്ച് തറയിൽ നിലംപതിച്ചു. ചത്തോടയാൾ? അലൻ ഭയത്തോടെ അയാളെ ഒന്ന് കാലുകൾ കൊണ്ട് മറിച്ചിട്ടു. ചാകുന്നെങ്കിൽ ചാവട്ടടാ, ഇവനെ പോലുള്ളവന്മാരൊക്കെ ഭൂമിക്ക് ഭാരമായിരിക്കുന്നത് എന്തിനാണ്? രുദ്രനൊരു കൂസലമില്ലാതെ പുറത്തേക്ക് കടന്നു. അലനും കൂടി പുറത്തേക്ക് കടന്ന പാടി അവരാ മുറി പുറത്തുനിന്ന് പൂട്ടി. മീനാക്ഷി എപ്പോഴും അവിടെ തന്നെ നടന്നതെന്താണെന്നറിയാതെ സ്തംഭിച്ചു നിൽക്കുന്നതാണ് കണ്ടത്. നിനക്കൊരാളെ കാണണ്ടേ? രുദ്രൻ കണ്ണുകൾ ചിമ്മി ചോദിച്ചപ്പോൾ മീനാക്ഷി പരിഭ്രമിച്ചു. അവനെ പോലുള്ള വലിയൊരു താരം തന്നോട് ഇത്തരത്തിൽ ഫ്രീ ആയി ഇടപെടുന്നത് കണ്ട് അവൾക്ക് അത്ഭുതം തോന്നിയിരുന്നു. അവർ അവളെയും കൊണ്ട് സുലോചനയെ പൂട്ടിയിട്ട മുറിയിലെ മുന്നിലെത്തി. പുറത്തെന്താണ് നടക്കുന്നതെന്നറിയാതെ സുലോചന അകത്തുനിന്നും വാതിൽ അടിച്ചു ശബ്ദമുണ്ടാക്കുന്നുണ്ടായിരുന്നു. വാതിൽ തുറന്നപ്പോൾ സുലോചന തനിക്ക് മുന്നിൽ നിൽക്കുന്നവരെ കണ്ട് ഞെട്ടി നിൽക്കുകയായിരുന്നു. ഇതാ പയ്യനല്ലേ? രുദ്രനെ കണ്ടപാടെ അവരുടെ ചുണ്ടുകൾ വിറച്ചു. TV-യിലൊക്കെ അവർ കണ്ടിട്ടുണ്ട്. നിദ്രയെ വിവാഹം കഴിച്ച സിനിമാ നടൻ. അതിനൊരു കാരണക്കാരി താൻ കൂടെയാണെന്ന് ഓർത്തതും അവരുടെ ഉള്ളം വിറച്ചു. ഞൊടിയിടയിൽ അവർ മനസ്സിലാക്കുകയായിരുന്നു അതൊരു ട്രാപ്പായിരുന്നുവെന്ന്. അവർ വിദഗ്ധമായി വിരിച്ച വലയിൽ താൻ വീഴുകയായിരുന്നു എന്ന്. സുലോചന ഭയന്ന് വിറച്ചോടി രക്ഷപ്പെടാനൊരു ശ്രമം നടത്തിയപ്പോഴേക്കും രുദ്രൻ അവരെ മുറിക്കകത്തേക്ക് തന്നെ തള്ളി എല്ലാവരെയും കയറ്റിയ ശേഷം വാതിലടച്ച് കുറ്റിയിട്ടു. ഭയന്ന് വിറച്ചുകൊണ്ട് അവരെല്ലാവരെയും മാറി മാറി നോക്കുകയാണ്. മീനാക്ഷിയാണെങ്കിൽ അവരെ ദഹിപ്പിക്കുന്നൊരു നോട്ടവും നോക്കുന്നുണ്ട്. ഇതിനായിരുന്നല്ലേ നിങ്ങൾ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? മീനാക്ഷി അവരുടെ നേർക്ക് നടന്നെടുത്തുകൊണ്ട് പറഞ്ഞു. അവളോട് പറയാൻ ഒരു മറുപടിയില്ലാതെ സുലോചന പരുങ്ങി. നിനക്കവരെ എന്തു വേണമെങ്കിലും ചെയ്യാം മീനാക്ഷി, ഞാൻ അവരെ തൊടുകയില്ല. കൈകെട്ടി ആ രംഗം വീക്ഷിച്ചുകൊണ്ട് രുദ്രൻ പറഞ്ഞു. അത് കേട്ടതും സുലോചനയിൽ അല്പം ആശ്വാസമുണ്ടായി. മീനാക്ഷി ഇപ്പോൾ എന്ത് ചെയ്യാനായെന്നാണ് അവർ ആലോചിച്ചത്. പക്ഷേ മീനാക്ഷി അവരുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് കവളിൽ ശക്തിയായി മാറി മാറി അടിച്ചു. സുലോചനയുടെ കണ്ണു പോലും പുറത്തേക്ക് തള്ളി വരുമെന്ന അവസ്ഥയായി. എനിക്കെങ്ങാനും എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ നിങ്ങളെ ഞാൻ കൊന്നേനെ. മീനാക്ഷി അവർക്ക് നേരെ ചീറിയിട്ട് കഴുത്തിലെ പിടിവിട്ടതും സുലോചന ചുമരിലൂടെ താഴേക്ക് ഊർന്നിറങ്ങി. അപ്പോഴേക്കും അവരാകെ ക്ഷീണിച്ചു പോയിരുന്നു. ഇവർക്കിത് പോരല്ലോ മീനാക്ഷി കൊച്ചേ. രുദ്ര നിരാശ നിറഞ്ഞ മുഖത്തോടുകൂടി അരികിലേക്ക് നടന്നു വരുന്നത് കാണുകെ സുലോചന ഭയം കൊണ്ട് കിടുങ്ങി. രുദ്രൻ അവർക്ക് മുന്നിൽ കൈകെട്ടി നിന്നു. ഇതെന്തിനാണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? രുദ്രൻ ചോദിച്ചത് കേട്ടപ്പോൾ നിദ്രയുടെ മുഖമാണ് അവരുടെ മനസ്സിൽ ഓർമ്മ വന്നത്. രുദ്രനെ ഭയന്നുകൊണ്ട് അവർ ക്ഷീണിച്ചു വന്ന് തലയാട്ടി. അന്ന് ഈ പെൺകുട്ടിയുടെ സ്ഥാനത്ത് എൻ്റെ ഭാര്യയായിരുന്നു. അവൾക്കുള്ളൊരു സമ്മാനമാണ് നിങ്ങൾക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. രുദ്രൻ പുറത്തേക്ക് കടന്നുകൊണ്ട് കുറച്ചു പേരെ അകത്തേക്ക് ക്ഷണിച്ചു. അവർ കാരാട്ടയും മറ്റും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് സ്ത്രീകളായിരുന്നു. നീ കൊടുത്തത് തീരെ പോരായിരുന്നു, ബാക്കി ഇവർ നോക്കിക്കോളും. രുദ്രൻ ചിരിയോടെ പറഞ്ഞിട്ട് അലനെ കൂടെ വരാൻ ക്ഷണിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. ഒന്നും ചെയ്യില്ലെന്ന് പറഞ്ഞ് സുലോചന അലറി കരയുന്നുണ്ട്. അവരത് കണ്ടില്ലെന്ന് നടിച്ചു. മീനാക്ഷി അപ്പോഴും അവരെ തുറച്ച് നോക്കിക്കൊണ്ട് അവിടെ തന്നെ തറഞ്ഞു നിൽക്കുകയാണ്. ഞാനിത് കണ്ടിട്ടേ വരുന്നുള്ളൂ. സുലോചനയ്ക്ക് കിട്ടുന്ന ഓരോ ഇടിയിലും നിർവൃതിയടഞ്ഞുകൊണ്ട് കടുത്ത മുഖവുമായി നിൽക്കുന്ന മീനാക്ഷിയെ തെല്ലൊരു അഭിമാനത്തോടെ നോക്കി നിന്നു രുദ്രൻ.
ഈ നാട്ടിലുള്ള പെൺപിള്ളേരൊക്കെ ഇങ്ങനെയെന്ന് തോന്നുന്നു. നല്ല വീറും വാശിയുള്ളവരാ. കണ്ണിറുക്കി ആലിനെ നോക്കി പറഞ്ഞിട്ട് രുദ്രൻ ചിരിയോടെ പുറത്തേക്ക് കടന്നു. കുറച്ച് സമയങ്ങൾക്കുള്ളിൽ തന്നെ പോലീസിനെ അവർ വിളിച്ചു വരുത്തിയിരുന്നു. അവർ ഒരുപോലെ സുലോചനയെയും ഫിലിപ്പോസിനെയും വിലങ്ങിട്ട് ജീപ്പിനുള്ളിലേക്ക് കയറ്റിയിരുത്തി. ഒരു വനിതാ പോലീസ് വന്ന് മീനാക്ഷിയുടെ മൊഴിയെടുക്കുകയും ചെയ്തു. അതോടുകൂടി ഫിലിപ്പോസിന്റെ രാഷ്ട്രീയ ഭാവിക്കും ഒരന്ത്യം വരികയായിരുന്നു. അവർ ഇരുവരും ചേർന്ന് ഉപദ്രവിച്ചിട്ടുള്ള പെൺകുട്ടികളുടെ ലിസ്റ്റ് പോലീസ് കണ്ടെടുക്കുകയും വർഷങ്ങളോളം ജയിലിലിട്ട് പൂട്ടാനുള്ള FIR അവരുടെ തലയ്ക്ക് എഴുതി ചേർക്കുകയും ചെയ്തു. മീനാക്ഷിയുടെ അച്ഛനും അമ്മയും അവിടെ ഉണ്ടായിരുന്നു. എല്ലാം കണ്ടവർ ഭയന്ന് നിൽക്കുകയാണ്. ഇവളോട് ഞാൻ അന്നേരമേ പറഞ്ഞതാണ് ഈ സിനിമയ്ക്കും പൊല്ലാപ്പിനും ഒന്ന് പോകേണ്ടെന്ന്. ഒരു സുലോചന വിളിച്ച പാടെ ചാടിക്കയറി പുറപ്പെട്ടതാണ്. ഇപ്പം എന്തായി? മീനാക്ഷിയുടെ അമ്മ അവളെ കണക്കിന് ശകാരിക്കുന്നുണ്ട്. എല്ലാം ശരിയായിരുന്നു എന്നൊരു തോന്നലിൽ മീനാക്ഷിയും തലകുനിച്ച് നിൽക്കുന്നത്. അത് കാണുക രുദ്രൻ അവളോട് മനസ്സലിവ് തോന്നി. അവൾക്ക് ഈ സിനിമയിൽ എന്തായാലും ഒരു വേഷം ഉണ്ടാകും. എൻ്റെ അനിയത്തിയായിട്ട് അതുപോലെ നിനക്ക്? രുദ്രൻ അവളോട് ചോദിച്ചത് കേട്ടപ്പോൾ മീനാക്ഷിയുടെ മുഖം വിടർന്നു പോയി. കുറേ കാലമായുള്ള അവളുടെ ജീവിതാഭിലാഷമാണ് സിനിമയിൽ അഭിനയിക്കുക എന്നത്. അതും രുദ്രൻ്റെ അനിയത്തിയായി നല്ലൊരു വേഷം കിട്ടുക എന്ന് പറഞ്ഞ അതൊരു നിസ്സാര കാര്യമല്ല. മീനാക്ഷി ഉടൻ തന്നെ സമ്മതിച്ചുകൊണ്ട് തലകുലുക്കി. അവളുടെ അച്ഛനും അമ്മയും പോലും അതിശയിച്ചു പോയിരുന്നു. അലനെ ഒന്ന് നോക്കിയപ്പോൾ അവൻ കണ്ണു ചിമ്മി ചിരിച്ചിട്ട് തംസപ്പ് കാണിച്ചു. രുദ്രൻ കുറച്ചു മാറി എല്ലാവരിൽ നിന്നും ഒഴിഞ്ഞു മാറിക്കൊണ്ട് ഫോൺ എടുത്ത് കയ്യിൽ പിടിച്ചു. അതിൽ വാൾപേപ്പറായി നിദ്രയുടെയും അവൻ്റെയും കല്യാണ ഫോട്ടോ കാണുക അവൻ്റെ മനസ്സ് കുളിർന്നു. അവൻ നിദ്രയെ വിളിക്കാൻ തുടങ്ങി. ഒറ്റ റിങ്ങിൻ്റെ ആവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് പ്രതീക്ഷിച്ചിരിക്കുന്നത് പോലെ നിദ്ര ചാടിക്കയറി ഫോൺ എടുത്തു. നിങ്ങളിത് എവിടെയാ മനുഷ്യ? എത്ര ദിവസമായി ഇവിടെ നിന്ന് പോയിട്ട്? എന്നിട്ടൊരു ഫോൺ കോൾ ചെയ്യാനുള്ള മര്യാദ നിങ്ങൾക്കുണ്ടോ? ഫോൺ വിളിച്ച പാടെ കണ്ണു പൊട്ടുന്ന ചീത്തയായിരുന്നു അപ്പുറത്തു നിന്ന്. രുദ്രൻ ചിരിയോടെ കണ്ണുകൾ ഇറുക്കെ അടച്ചുപോയി. അല്ലെങ്കിലും നിങ്ങൾക്കിപ്പോൾ കണ്ട പെണ്ണുങ്ങളുടെ കൂടെ ആടി നടന്നാൽ മതിയല്ലോ. സാറ പോയ ശ്രീല ആരെങ്കിലുമൊക്കെ കാണുമല്ലോ പുറകെ നടക്കാൻ. ഇയാൾ ആരെന്ന വിചാരം? കാമദേവനോ? ദേ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യത്തിൽ നടന്നുകൊണ്ടിരിക്കെ നിദ്ര രുദ്രനോട് ദേഷ്യപ്പെട്ടു. രുദ്രൻ കുറച്ചു നേരം അപ്പുറത്ത് വായും പൊളിച്ചിരുന്നു പോയി. ഇവളിതെന്തൊക്കെയാണ് പറയുന്നത് അവനൊന്നും മനസ്സിലായില്ല. നീ ഇതെന്ത് തേങ്ങയാ പെണ്ണെ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഒന്നും മനസ്സിലാകാത്തൊരു കുഞ്ഞ്. യൂട്യൂബ് തുറന്ന ഇതേ ഉള്ളു വാർത്ത. നടി ശ്രീല വാര്യരും നടൻ രുദ്രദേവും പ്രണയത്തിലോ? പ്രണയമല്ല, അവിഹിതം. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ കാര്യമൊന്നും ആരും അറിഞ്ഞിട്ടില്ലേ? അപ്പുറത്തുനിന്ന് കലിതുള്ളുകയാണ് നിദ്ര. അത് കേട്ട് കാര്യം മനസ്സിലായതും രുദ്രൻ വയറുപൊത്തി ചിരിക്കാൻ തുടങ്ങി. ചിരിക്കല്ലേ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. നിദ്ര പിന്നെയും കലിപ്പിച്ചു. പുതിയ നടിയാണ് ശ്രീല വാര്യർ. രുദ്രൻ്റെ കൂടെയാണ് ആദ്യത്തെ സിനിമയിൽ തുടക്കം കുറിച്ചത്. മാധ്യമങ്ങളിൽ മുഴുവൻ അതുകൊണ്ട് അവർ നിറഞ്ഞു നിൽക്കുകയാണ്. ഓരോ നടിമാരുടെ കൂടെ അഭിനയിച്ചാലും അവർക്കൊപ്പം ചേർത്ത് ഗോസിപ്പ് അടിച്ചിറക്കി വിടുന്നത് കൊണ്ട് രുദ്രൻ ഇതൊക്കെ ശീലമാണ്. നീ ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? ഇതൊക്കെ ഗോസിപ്പല്ലേ കുഞ്ഞേ? രുദ്രൻ ആത്രമായി ചോദിച്ചു. പിന്നെ എനിക്ക് നല്ല വിശ്വാസമല്ലേ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. നിദ്ര പിന്നെയൊന്നും പറഞ്ഞില്ല. സത്യത്തിൽ കുറച്ച് ദിവസങ്ങളായി അവനെ അടുത്ത് കാണാത്തത് കൊണ്ടുള്ള പിണക്കത്തിലാണ് കക്ഷി. അവനെ വിളിച്ചിട്ട് പോലും കിട്ടാത്തത്രയും തിരക്കാണ്. പക്ഷെ അതിൻ്റെ പരിഭവം അത്രയും എങ്ങനെ കാണിക്കണമെന്ന് അവൾക്കറിയില്ല. അതിനിടയിൽ ഇത്തരത്തിലുള്ള ന്യൂസുകളും. രുദ്രന് പക്ഷേ അവളുടേതായ പുതിയ ഭാവം വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നു. ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടല്ലേ? അവളുടെ മനസ്സറിഞ്ഞതുപോലെ അവൻ സ്വരം താഴ്ത്തി പിടിച്ച് പറഞ്ഞപ്പോൾ നിദ്ര ഒന്ന് ശ്വാസം വലിച്ചു വിട്ടു. ഒന്നും മിണ്ടിയില്ല അവൾ. എനിക്കും മിസ് ചെയ്യുന്നുണ്ട് പെണ്ണെ. നീ ഇപ്പോൾ എൻ്റെ വിരൽ തുമ്പിലുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ. രുദ്രൻ അവളുടെ ശ്വാസതാളം അറിയാൻ വേണ്ടി ഒന്ന് നിർത്തി. ബാക്കി കേൾക്കാനായി നിദ്ര ശ്വാസം വിലങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. ആ കണ്ണിലൊരു ഉമ്മ വെച്ച്. നിദ്രയുടെ കണ്ണുകൾ മെല്ലെ അടഞ്ഞുപോയി. പിന്നെ ആ മൂക്കിൻ തുമ്പിലൊന്ന് കടിച്ച് ആ ചുണ്ടിൽ. അവൻ്റെ ചുംബനം ഓരോയിടത്തും വന്ന് പതിക്കുന്നത് പോലെ അവൾക്ക് അനുഭവപ്പെട്ടു. ആ റോസിതൽ പോലുള്ള ചുണ്ടിലൊന്ന് അമർത്തി ഉമ്മ വെച്ച്, താടിത്തുമ്പിലൊന്ന് പല്ലമർത്തി, ആ കഴുത്തിലൊന്ന് മുഖം പൂഴ്ത്തി. അപ്പോഴേക്കും നിദ്ര കണ്ണുകൾ ബലമായി തന്നെ തുറന്നു പിടിച്ചു. അവൾക്ക് ശ്വസിക്കാൻ വയ്യെന്നായി. ആ സ്വരം അടുത്തങ്ങനെ കേൾക്കുമ്പോൾ ആ നെഞ്ചിലെ മതി. നിദ്ര അവനെ ശാസിക്കും പോലെ തടഞ്ഞപ്പോൾ രുദ്രൻ ഒരു ചിരിയോടെ നിർത്തി. മതിയോ? നിദ്ര മെല്ലെ മൂളുമ്പോൾ അവളുടെ ചുണ്ടിൽ ഒരു ചിരിയുണ്ടായിരുന്നു.
എനിക്ക് മതിയായില്ലല്ലോ, ഞാൻ പറയും. രുദ്രൻ കുറുമ്പോടെ പറഞ്ഞപ്പോൾ നിദ്രമല്ലേ ആ ബീൻ ബാഗിൽ ചെന്നിരുന്നു പോയി. അവിടെ അവൻ ഇരിക്കും പോലെ തൊട്ടരികിൽ. എന്നാ വരുന്നേ? നിദ്ര ചുണുങ്ങി. വരാം, അതിനു മുന്നേ നിനക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടി പോയതല്ലേ ഞാൻ. എനിക്കോ? എന്ത് സർപ്രൈസ്? നീ ആ TV ഒന്ന് വെച്ച് നോക്കിക്കേ, ന്യൂസ് ചാനൽ. അതിലെന്താ? ഇങ്ങോട്ടധികം ചോദിക്കാൻ നിൽക്കാതെ പോയി TV ഓൺ ചെയ്യടി.